ഞാൻ ഭക്തജനങ്ങളിലേക്ക് വേണം, താങ്കൾക്ക് സംസാരിക്കാം. നമസ്കാരം. ഞാൻ ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗത്തേക്ക് ആണ് ആദ്യം കടക്കുന്നത്. ആദ്യം അത് മാത്രം കടന്ന് പറയാം. ഒരു തന്ത്രം അതൊരു കുടുംബത്തിലേക്കുള്ളതാണ്, ഒരാൾക്കുള്ളതല്ല. ആ തന്ത്രം ആ കുടുംബത്തിലെ സീനിയർ മോസ്റ്റ് മെമ്പറാണ് അത് അനുഷ്ഠിച്ച് വരുന്നത്. ഒരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ തന്ത്രീൻ്റെ ശക്തിയോടുകൂടെ ഇതുള്ളത് അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആചാര്യനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പിതൃ എന്ന് പറഞ്ഞാൽ അച്ഛനെ കുട്ടികളോടുള്ള എങ്ങനെയാണ് വേണ്ടത്? അവരെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിലും ഭംഗിയായിട്ടും നടത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ അച്ഛനമ്മമാർ ശ്രമിക്കുക. മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, ദേവനായിക്കോട്ടെ, ദേവി ആയിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ, എല്ലാം ഈ തന്ത്രീൻ്റെ ആ ഉത്തമ പൂജേൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ആ തേജസ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടീനെ വേണ്ട വിധത്തിൽ വേണ്ട ജാതി വളർത്തി കൊണ്ടുവന്ന് അവരുടെ യാതൊരു കാര്യത്തിനും ഒരു ദോഷവും വരാണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു തന്ത്രി വര്യൻ്റെ ഇത്. അല്ല, ആചാര സംരക്ഷണത്തിന് സാധാരണ തന്ത്രിമാർ വിശ്വാസികളോടൊപ്പം നിൽക്കാറുണ്ട് അല്ലേ? ഇവിടെ നേരെ മറിച്ചാണ്. അതാണ് നമ്മളെ ആകുലപ്പെടുത്തുന്നത്. അതെ അതെ അതിലേക്ക് കാരണം ഇത് ഈ ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള, നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്ര ചൈതന്യം അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ അടുത്ത പടിയായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റരാശി വെച്ചു എന്നാണ് പറയണത്. ഒറ്റ അതും സ്വതവേ എന്ത് രാശിയാണെങ്കിലും ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ, ആചാരാനുഷ്ഠാനത്തിനോടനുബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ അത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്തേണ്ടത്. തീർച്ചയായും അതും സ്വർണ്ണപ്രശ്നമായിട്ട് തന്നെയാണ് നടത്തേണ്ടത്. അങ്ങനെയല്ല നടത്തിയിട്ടുള്ളത്. ഇതിപ്പോ തന്ത്രിയുടെ വീട്ടിലാന്ന് പറയുന്നു. ഞാൻ അറിയില്ല, ഉണ്ടെന്ന് കേട്ടു, പക്ഷെ അത് അറിയില്ല. അപ്പോൾ ഞാൻ തന്ത്രി താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതും എനിക്കറിയാം, എവിടെയാ അദ്ദേഹം താമസിക്കുന്നത്. അതും കുറച്ച് അപകടം, അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ഈ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ തെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം പറയേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടുള്ള കാലം മുതൽക്ക് ഞാൻ ആ കുടുംബമായിട്ട് ബന്ധമുണ്ട്. ഗുരുവായൂർ 10-55 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ വരുന്ന വ്യക്തിയാണ്. ഒരുവിധം ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ബന്ധമുണ്ട്. ഓയ്ക്കന്മാരായിട്ടും ബന്ധമുണ്ട്. ഓയ്ക്കന്മാരൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെടുന്നുമുണ്ട്. എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. ഈ ജനസഭയുടെ പൊതുവികാരം താങ്കൾ അറിയിക്കുക, തന്ത്രി അറിയിക്കുക. തീർച്ചയായിട്ടും. ഓക്കെ മാഷേ, ഇവിടെ എന്തായാലും വഖഫിന്റെ അധിനിവേശമൊന്നുമില്ലല്ലോ, ചാവക്കാട് വരെ എത്തി, കുഴപ്പമൊന്നുമില്ലല്ലോ. ചാവക്കാട് വരെ എത്തിയിട്ടുണ്ട്. അറിയില്ല, പറയാൻ പറ്റില്ല, അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ജനസഭയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും വിളിച്ചിരുന്നല്ലോ. അതൊന്നും ഒരു കാമ്പട്ടിയല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പ്രതികളെയും വിളിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിയെ കാണാമല്ലോ, CPM-ന്റെ പ്രതിയെ കാണാമല്ലോ. ഇവരെന്തിനാണ് ഒളിച്ചോടുന്നത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന, നിലകൊള്ളുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രതീകമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ അഭിസംബോധന ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് കാണിക്കണ്ടേ? അവർ സെലക്റ്റീവ് ആവുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളുടെയും വക്താക്കളാണ് ഈ ഭരണസമിതിയായി മാറി മാറി വരുന്നത്. അപ്പൊ ഇത് കച്ചവട കേന്ദ്രമാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത്, കച്ചവട കേന്ദ്രമാക്കുക എന്നുള്ള പറയുന്നത് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്, ഒപ്പം അതിനെ പൊളിറ്റിസൈസ് ചെയ്യാണ്, രാഷ്ട്രീയവൽക്കരണം കൂടി നടക്കുകയാണ്. അങ്ങേയറ്റത്തെ രാഷ്ട്രീയവൽക്കരണമാണ് ഈ ബോർഡുകളിൽ നടന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോ ഈ ചർച്ചയ്ക്ക് വിളിച്ചാൽ അവർക്ക് വരാൻ സമയമില്ല. കാരണം ക്ഷേത്ര കാര്യങ്ങൾ അത് ക്ഷേത്രത്തിലെ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇവിടെ താൽക്കാലിക ജീവനക്കാരെ വെക്കുന്നത് CPM നേതാക്കളെ ലെറ്റർ കൊടുത്തിട്ടാണ്. അവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ അവിടുത്തെ ഭൂരിഭാഗം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും. അപ്പൊ താൽക്കാലിക ജീവനക്കാരെ വെക്കുമ്പോൾ അത് ക്ഷേത്രത്തിലെ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നില്ല. ഇവിടെ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലേക്ക് ആളെ വെക്കുമ്പോൾ അത് CPM നേതാക്കളാ വെക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളാ വെക്കാം. കോളേജിലത്തെ തീരുമാനങ്ങൾ വരുന്ന സമയത്ത് അവരാണ് ഇടപെടുക. ഇവിടുത്തെ നിയമനങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയ മേലാളന്മാരാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ഷേത്രത്തിന്റെ ആചാരം ലംഘിക്കപ്പെടുന്ന സമയത്ത്, അനുഷ്ഠാനം ലംഘിക്കപ്പെടുന്ന സമയത്ത് ഇവർ പറയുന്നത് അത് ഭക്തന്മാരായിക്കോളും എന്ന് കയ്യൊഴിയാണ്. ഈ കയ്യൊഴിയലിന് ഗുരുവായൂരത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് കേരളം മുഴുവൻ വ്യാപിക്കാൻ പോവുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ നടക്കുന്ന ആചാര ലംഘനങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഒരു സർവേ നടത്താൻ ഈ ദേവസ്വം ബോർഡ് തയ്യാറാവണം, അല്ലെങ്കിൽ ഭക്തന്മാർ നേരിട്ട് സർവേ നടത്താൻ തയ്യാറാവണം.
ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള എത്രയോ ആൾക്കാർ ഇതിന് താൽക്കാലിക ജീവനക്കാരുടെ കാര്യമുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആരാ ഇവരൊക്കെ? പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒറ്റ കാരണം കൊണ്ടാണ് അവരെ പിടിച്ചു കയറ്റുന്നത്. പാർട്ടിക്കാരെ കയറ്റിക്കോട്ടെ, അത് വേറെ കാര്യം. പക്ഷെ അതിൽ തന്നെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? ഒരു ഭക്തിയുമില്ലാത്ത ഗുണ്ടാവിളയാട്ടം പോലെയുള്ള ആൾക്കാരെ പിടിച്ചു കൊടുത്ത് കയറ്റിയിരിക്കുകയാണ്. നമുക്കതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം സാനിറ്റൈസർ വാങ്ങിയിട്ട്, അല്ല മറ്റേ പുണ്യാഹം വാങ്ങി സാനിറ്റൈസർ പോലെ കഴുകുന്ന ദേവസ്വം മന്ത്രിയുള്ള നാടാണല്ലോ. അതുകൊണ്ടായിരിക്കാം അതേ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ആന്തൂരിലെ കേസില്ലേ, മറ്റേ ആ സാജന ആത്മഹത്യ ചെയ്തത്, ആ കേസിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ ഒഴിവാക്കി കൊടുത്ത ആൾക്ക് ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണ് അദ്ദേഹമാണ് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരിക്കുന്നത് എന്നും ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങുകയാണ്. ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം വരെ താൽക്കാലിക ജീവനക്കാരെ വരെ അങ്ങനെ എടുക്കുന്നത്. താൽക്കാലികമായി എടുക്കുന്ന ജീവനക്കാരിൽ തന്നെ അഷ്ടപതിക്ക് വേണ്ടി അടുത്ത കാലത്ത് ഡിവൈഎഫ്ഐയുടെ നേതാവിന് എടുത്തിട്ടുണ്ടായിരുന്നു. താൽക്കാലിക ജീവനക്കാരനായിരുന്നു അദ്ദേഹം. ഒരു ജാതി അധിക്ഷേപം നടത്തിയിട്ട് പുറത്താക്കി പിന്നീട് കാണുന്നത് ആളെ സ്ഥിര നിയമനത്തിൽ എടുക്കുകയാണ്. മനസ്സിലാവണം. ഇപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അവറ്റൊരു അനുഷ്ഠാന ലംഘനമാണോ? അഷ്ടപതി പാടണം, അത് ദേവത്തിന് ഉല്ല, അത് കൊട്ടിപ്പാടേണ്ടതാണ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പാടുന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടാവില്ല. കാരണം ഇവൻ അറിയില്ലത് എന്താന്നുള്ളത്. ഇവൻ പഠിച്ച രാഷ്ട്രീയത്തിൽ അഷ്ടപതിക്ക് പ്രാധാന്യമില്ലല്ലോ. അതിന്റെ കുഴപ്പം കൊണ്ടാ അഷ്ടപതി പാടാത്തത് കൊണ്ട് അവനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതാവിനെ പിടിച്ച് അഷ്ടപതി കലാകാരനെ കൊണ്ടുവരുന്നത് രാഷ്ട്രീയവൽക്കരണമാണെന്ന്. കാരണം ഭക്തി മനുഷ്യനാകണം പാടാത്ത നന്നായി. അതും പാടാൻ ആളില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ നടക്കേണ്ട അനുഷ്ഠാനങ്ങള് ആചാരങ്ങള് എന്തൊക്കെയാണോ അത് നടക്കേണ്ട സ്ഥലങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ അനുഷ്ഠാനങ്ങളെ കട ചെയ്തിക്കുകയാണ് ചെയ്യുന്നത് ഈ പാർട്ടി. അതുകൊണ്ട് അതിനെതിരെയാണ് ജനങ്ങൾ ഉണരേണ്ടത്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ നടക്കുന്ന പ്രവർത്തനം ഇപ്പൊ എന്താ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തും. അത് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും. ഇപ്പൊ ഗുരുവായൂർ ആനക്കോട്ട കുറെ കാലങ്ങൾക്ക് മുൻപ് ഒരു പ്രൈവറ്റ് കമ്പനി അവർ ഏർപ്പാടാക്കിയതാണ്. ഞങ്ങൾ പുതുക്കി തരാമാറോട്ട് ദേവസ്വം സംബന്ധിച്ചില്ല. എന്താ കാരണം പറഞ്ഞറിയാമോ? അവർ നിർമ്മിച്ചു കൊടുക്കാമെന്നാ പറഞ്ഞത്. ദേവസ്വത്തിന് പറ്റില്ല. ദേവസ്വം പറയുന്നത് പൈസ ഇങ്ങോട്ട് തായോ, ഞങ്ങൾ നിർമ്മിച്ചോളാം എന്നുള്ളതാണ്. അവർ പറഞ്ഞ് നടക്കില്ല, ഞങ്ങൾ നിർമ്മിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആശുപത്രി നിർമ്മിക്കാമെന്ന് റിലയൻസ് പറഞ്ഞില്ലേ? സമ്മതിച്ചിട്ടില്ലല്ലോ. കാരണം നിർമ്മിച്ചു തരണ്ട എന്നാണ് ദേവസ്വത്തിന്റെ ന്യായം. എന്താ കാരണം? നിർമ്മിച്ചു തന്നാൽ അതിൽ പണം പിടുങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു നിർമ്മിച്ചു തരണ്ട, പണം ഇങ്ങോട്ട് തായോ, ഞങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഇതാണ് നിർമ്മാണത്തിന്റെ പോലുള്ള രാഷ്ട്രീയം. കക്കലാണ് ഇതിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ CPMന്റെ പ്രതിനിധികളും കോൺഗ്രസ് പ്രതിനിധികളും ഇവിടെ വരാതിരിക്കുന്നത്. ഇതിനെയൊക്കെ ചൂട്ടുപിടിക്കുന്ന അവരുടെ നേതൃത്വമാണ്. എന്നിട്ട് അവർ മാറി നിൽക്കുകയാണ്. ഇവിടെ ഇതിനു മുൻപ് ഗുരുവായൂരപ്പന്റെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ചടങ്ങ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ബോർഡ് നടക്കുന്ന സമയത്താണ് ഉത്സവ ബലി നടക്കുമ്പോ സാധാരണ അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് ആർക്കും ദർശനമില്ലാത്ത സമയമാണെന്നാണ് ഞാൻ മനസ്സിലായത്. പരിമിതമായ അറിവേ എനിക്കുള്ളൂ. ആ സമയത്ത് കോൺഗ്രസിന്റെ അന്നത്തെ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ഒരു നേതാവും KK രാമേന്ദ്രൻ മാസ്റ്റർ മകനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. അടിച്ച് അവർ നിലത്ത് വീണ് ചോര പൊടിയാണ്. എന്നിട്ട് അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ശുദ്ധിയും പുണ്യാഹം നടത്തേണ്ടി വന്ന ക്ഷേത്രമാണ് ഗുരുവായൂര്. ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്ക് തമ്മിലടിക്കാനും നടത്തിയില്ല എന്നാ പറയുന്നത്. നടത്തിയിട്ടില്ല. നടത്തണമെന്ന് മുറവിളി ഉണ്ടായിരുന്നു. ഇടപെടലുകൊണ്ടേ ഈ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ആ പുണ്യാഹം നടത്തേണ്ട ഇടത്ത് അത് നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ മുതലേ ഈ രാഷ്ട്രീയ ഇടപെടൽ ആചാരത്തിലുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു പറ്റിയത്രേ ഉള്ളൂ. ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് അവരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിനൊരു ഒത്താശ പാടുന്നതുകൊണ്ടാണ് അവർ വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ഭക്തജനങ്ങളുടെ മുന്നിൽ വരണം. എന്താണ് ഗുരുവായൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് അറിയാനും ജനങ്ങളോട് അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തം അവർ കാണിക്കണം. ഓക്കെ. അടുത്ത ജനസഭയിലെങ്കിലും അവർ വരുമെന്ന് പ്രത്യാശിക്കുന്നു. എന്തായാലും എല്ലാവരുടെ അനുമതിയോടുകൂടി ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ അത് നിശ്ചയിച്ചതുപോലെ അതൊരു അനുഷ്ഠാനമായിട്ട് കൊണ്ടുപോവുകയാണ്. അതുപോലെ നടക്കണം എന്നുള്ളതാണ് ജനസഭയുടെ പൊതുവിലുള്ള വികാരം. ആചാര അനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന സമീപനം ദേവസ്വം അവസാനിപ്പിക്കണം. ദേവസ്വത്തിന് ഭക്തന്മാരുടെ ഹിതത്തിനനുസരിച്ച് ഭരിക്കാൻ ആവുന്നില്ലെങ്കിൽ അത് വിട്ടൊഴിഞ്ഞ് പോവുക. ജനസഭ ഇത് ഗുരുവായൂരിലെ ആദ്യ ജനസഭയാണ്. ഗുരുവായൂരിൽ അസംഖ്യം പ്രശ്നങ്ങളുണ്ട്. ഭക്തർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം കാണാൻ ഞങ്ങളുടെ സജീവമായിട്ടുള്ള ഇടപെടൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാവും. ജനം TV എന്നും ഭക്തർക്ക് ഒപ്പമാണ്.